ആദ്യമായി കാർ വാങ്ങുമ്പോൾ ഈ ഷോറൂമിൽ നിന്ന് ഡെലിവറി വീഡിയോകളൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരാൾ ഒരു കാർ മേടിച്ചു, പക്ഷേ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അയാളല്ല ഓടിച്ചു കൊണ്ടുവന്നത്, എന്നാൽ ഡെലിവറിക്കാരാണോ കൊണ്ടുവന്നത്, അവരുമല്ല. പക്ഷേ ഒരു നിയമങ്ങളും ലംഘിക്കാതെ 30 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഉടമയുടെ വീട്ടിലേക്ക് ഈ കാർ എത്തി. ടെസ്ലയുടെ മോഡൽ വൈ എന്ന് പറയുന്ന പുതിയ ഒരു കാറ് പുറത്തിറങ്ങുകയും ആ കാറിന്റെ പുതിയ ദൃശ്യങ്ങളൊക്കെയാണ് ഇലോൺ മസ്ക് അടക്കമുള്ള ടെസ്ലയുടെ മേധാവികൾ പങ്കുവെക്കുകയും ചെയ്തത്. എന്തായാലും വളരെ വ്യക്തമാണ്, ഈ കാറിനുള്ളിൽ ആടില്ല, അത് ഓട്ടോ പൈലറ്റാണ്. ഈ റോഡിനടുത്ത് തന്നെ ഓസ്റ്റിൻ അടുത്തുള്ള പ്രദേശത്ത് സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ പോകുന്ന ട്രാഫിക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ക്യൂ നിന്ന് വരി നിന്നൊക്കെയാണ് ഈ കാർ പോയതെന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യനോ മറ്റൊരു കാറിനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, കാൽനടക്കാർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലാണ് അത് പോയതെന്ന് ടെസ്ലയുടെ തന്നെ AI ഹെഡായിട്ടുള്ള ഏലൂർ രാമസ്വാമി പറയുകയും ചെയ്തു. 30 മിനിറ്റോളമാണ് ഈ ഉടമയുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡെലിവറി സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുമോ അത് കാർ തന്നെ പോയി ഡെലിവറി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എല്ലാ കാലത്തും ടെസ്ല അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇമാജിനേഷനൊക്കെ എത്രത്തോളം വികസിക്കുമോ അതിനൊക്കെ അപ്പുറത്തേക്കാണ് അവരുടെ ആ ഒരു മുൻപോട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ഷണം അങ്ങനെയാണ്. അത് അങ്ങനെ തന്നെയാണ് ഈ സൈബർ ട്രക്ക് അടക്കമുള്ള പുതിയ പുതിയ കാറുകളും അല്ലെങ്കിൽ പുതിയ നൂതന ആശയങ്ങളും ഒക്കെ തന്നെ അമേരിക്കയിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തെന്നുള്ളതാണ്.